കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്താ വല്ലാത്തൊരു ചൂട്. അമ്മൂമ്മയുടെ കാലിനെന്ത് പറ്റി? ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നേ? ഒന്നും പറയണ്ട എന്റെ കുട്ടിയെ. കിണറ്റിന്റെ അടുത്ത് അലക്ക് കല്ലും മേലെ കാലൊന്നു തട്ടിയതാ. നല്ലോണം മുറിഞ്ഞു, കൊറേ ചോരയും പോയി. ഇവിടെ മുറിവിൽ വെക്കുന്ന മരുന്നുണ്ടെങ്കിൽ ഇത്തിരി വെക്കാലോ എന്ന് കരുതി വന്നതാ. ഇതെന്താ ആശുപത്രിയോ? എന്തുണ്ടെങ്കിലും ഇങ്ങടെ ഓടി വരൂ. ഇങ്ങനെ ഒരു തള്ളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയൊന്നും പറയില്ല ഗൗരിയേച്ചി. ഇത്തിരി മരുന്നെടുത്ത് അമ്മൂമ്മയ്ക്കൊന്ന് കൊടുക്കുന്നേ. ഈ ചൂട് സമയത്ത് പോത്തുപോലെ കിടന്നുറങ്ങാൻ ഇവൻ എങ്ങനെ സാധിക്കുന്നു? മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ല. കാലുവെങ്കിലും ചൂട് സമയത്ത് ഇറങ്ങി നടന്നോളൂ. നിന്റെ മുഖത്തൊന്നും വരില്ലേ? അമ്മൂമ്മേ, ഈ ഗൗരിയേച്ചിക്ക് എന്താ അമ്മൂമ്മേനോട് അത്ര ദേഷ്യം? എനിക്ക് അറിഞ്ഞൂട മോളെ. ഞാൻ അവൾക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. കുമാരനെ കൊണ്ട് അവളെ കെട്ടിച്ചത് ഞാൻ മുൻകൈ എടുത്താ. കുമാരനാവുമ്പോ ഒരു ജോലിയുണ്ട്. മാത്രമല്ല അമ്പലത്തിന്റെ അപ്പുറത്ത് സ്വന്തമായി 10 സെന്റ് സ്ഥലവും ഉണ്ട്. ഇപ്പൊ ഗൗരി പറയണത് കുമാരനെ കെട്ടിയോണ്ടാ അവക്ക് കൊച്ചുങ്ങളുണ്ടാവാത്തേന്ന്. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? മരുന്ന് എവിടെയാന്ന് വെച്ചാ തേക്ക്. ഇത്തിരി ഈ കാലിലോട്ട് പുരട്ടി താ ഗൗരി. നിനക്ക് വിശേഷമൊന്നും ആയില്ലേ ഗൗരി? എനിക്കെന്ത് വിശേഷം? അല്ല, ഞാൻ ചോദിച്ചത്. ഉവ്വ്, എനിക്ക് മനസ്സിലായി. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗം ഈ ജന്മം എനിക്കുണ്ടാവുമെന്ന് തോന്നണില്ല. എന്റെ സങ്കടമൊക്കെ ഞാൻ ആരോടാ പറയണ്ടേ ദേവി? ഗൗരിച്ചി, ഞാൻ അപ്പുറത്തുണ്ടാവും. ഈ ശങ്കരൻ എവിടെ? ഇപ്പൂടെ കിടക്കണ്ടായാല് അവന്റെ മുങ്ങിയ. അവൻ എഴുന്നേറ്റിട്ട് ദേ അങ്ങോട്ട് പോണ കണ്ടു. അല്ല കുമാര, നല്ല കണ്ടും തടി ഉണ്ടല്ലോ നിനക്ക്. ഈ ഗൗരി പെണ്ണിന്റെ കണ്ണീര് കാണുന്നില്ലേ നീ? തള്ളക്ക് എന്തിന്റെ കേടാ? നീ ഈ ഗൗരിയെ കല്യാണം കഴിച്ചിട്ട് 4-5 കൊല്ലം കഴിഞ്ഞില്ലേ? ഒരു കുഞ്ഞിക്കാലി കാണാൻ അവക്കും മോഹം ഉണ്ടാവില്ലേ? അതെങ്ങനെ? ദൈവവിചാരം ഉള്ളവർക്ക് കുട്ടികളുണ്ടാവൂ. ഇവർക്ക് ആ പറഞ്ഞ വല്ലതുണ്ടോ? എപ്പ നോക്കിയാലും ശങ്കരന്റെ വിചാരത്തിലെ നടപ്പ്. എന്നെ ചീത്തപ്പിച്ചപ്പോ തള്ളക്ക് തൃപ്തിയായല്ലോ അല്ലേ? ഓ, ആർക്കും ഒരു ശല്യം ആവാണ്ട് ഞാൻ പോയിക്കോളാം എന്റെ ഗൗരിയെ. കൃഷ്ണ, ഗൗരി, നമുക്കൊന്ന് മണ്ണാർശാല വരെ പോയാലോ? മതി, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. കുമാരേട്ടൻ കൊറേ സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടേതല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി? ഈ ശങ്കരൻ ഇത് എവിടെ പോയി? ഒരു കാര്യത്ത് നോക്കിയാൽ അവിടെ കാണൂല. ശങ്കര, ആരാ? അപ്പുമാഷിന്റെ അനിയനാ. ഇവിടത്തെ കുട്ടിക്ക് ട്യൂഷൻ. ആ, ജയപ്രകാശ് അല്ലേ? ഗീതു, വരൂ, അകത്തേക്കിരിക്കാം. ഏത് വിഷയത്തിനാണാവോ കുട്ടി വീക്ക്? അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും മോശമാണെന്ന് അപ്പുമാഷ് പറഞ്ഞത്. പഠിപ്പിക്കുമ്പോ തനിക്ക് മനസ്സിലായിക്കോളും. അമ്മ എന്നെ വിളിച്ചോ? ആ, നിനക്ക് ട്യൂഷൻ എടുക്കാൻ വന്ന മാഷ ഇത്. മുറിയിലേക്ക് ചെല്ല്. കുട്ടിന്നല്ല എന്റെ പേര്, ഗീതാഞ്ജലിന്നോ. ആയിക്കോട്ടെ, ഗീതാഞ്ജലി. ഈ പേര് കുട്ടി കിട്ടാരാ? അച്ഛനോ അമ്മയോ? അതൊക്കെ അറിഞ്ഞാലേ മാഷ് ട്യൂഷൻ എടുക്കുള്ളൂ. വെറുതെ അങ്ങ് പഠിപ്പിച്ചു തുടങ്ങാൻ പറ്റുമോ? ആദ്യം നമ്മൾ തമ്മിലൊന്ന് പരിചയപ്പെടണ്ടേ. എന്റെ പേര് ജയപ്രകാശ്. ആ, അങ്ങനെ മിടിക്കാവൂ. അവിടെ ഇരുന്നേ. വലുതാവുമ്പോ ആരാകണമെന്നാ ഗീതാഞ്ജലിയുടെ മോഹം? എനിക്കങ്ങനെ വലിയ മോഹമൊന്നുമില്ല. ജീവന്റെ തുടിപ്പുകൾ, ജീവന്റെ തുടിപ്പുകൾ എൻ കൺമുന്നിൽ പിടയുന്നു. പ്രാണവേദനയാൽ എൻ മനം തേങ്ങുന്നു. ആ വേദനയിൽ ഉരുകുന്നു. അയ്യോ, എന്റെ കവിത, ആ പുസ്തകം ആ, ഇത് കുട്ടി എഴുതാണോ? ഞാൻ വെറുതെ കുത്തിക്കുറിച്ചതാ. അതിരിക്കട്ടെ, ഏത് വിഷയം ആദ്യം തുടങ്ങണ്ടേ? മാഷയുടെ ഇഷ്ടം. നല്ല കയ്യക്ഷര കുട്ടിയുടെ. ആ കവിതയിൽ കുട്ടി എഴുതിയ വരികളെക്കാൾ കയ്യക്ഷര എനിക്കിഷ്ടായത്. അച്ചടി തോറ്റുപോകും. ഇത്ര ആത്മവിശ്വാസം ഗീതാഞ്ജലിക്ക് എവിടെ നിന്ന് കിട്ടിയത്? സെൽഫ് കോൺഫിഡന്റ് ആയ കുട്ടികൾക്ക് നല്ല കയ്യക്ഷരം ഉണ്ടാവും. ഐ വിൽ മേക്ക് യു എ ബ്രില്യന്റ് സ്റ്റുഡന്റ്. ഒരു ചായ കൂടി ഇപ്പൊ തരാന്നേ. ഇത്തിരി താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. എടോ, 5 മണിക്കൂർ 5 ചായ കുടിച്ചില്ല.
കുടിച്ചില്ലേ? എഴുന്നേറ്റ് പോകാൻ നോക്ക്. ഈ നാട്ടിൽ വേറെ ആർക്കും ചായ കുടിക്കണ്ടേ? 5 എണ്ണം കുടിച്ചിട്ടും ദാഹം തീർന്നില്ല ഭാസ്കര. ആഹാ ഇതിന്റെ പേര് ദാഹമൊന്നല്ല, കാമദാഹമെന്നാ. ന്യൂട്രൽ കണ്ടിട്ട് വരുവാണോ? പടം എങ്ങനെയുണ്ട്? എണ്ണത്തോണി രസിക്കാൻ പാടോ? വല്ലാത്ത ക്ഷീണമുണ്ട്. താൻ ചായത്തെ കഴിക്കാൻ വല്ലതും വേണോ? ചൂട് പരിപ്പൂടിയുണ്ട്. കരിക്കാനും പിടിക്കാനും വേണ്ട. താൻ ചായത്തെ. ഞാനൊരു കാര്യം കേട്ടല്ലോ, വല്ല സത്യമുണ്ട് അതില്? നീ എന്താ കേട്ടത്? നിങ്ങളുടെ ഭാര്യ ഇപ്പം ആ ശങ്കറിന്റെ കൂടെ പൊറുതിന്ന് കേട്ടല്ലോ. നിങ്ങൾ തുറച്ചൊന്നും നോക്കണ്ട. ഇവിടെ ചായ കുടിക്കാൻ വരുന്നവർ അടക്കം പറയുന്ന കേട്ടാ ഞാൻ. പിന്നെ ഭാര്യയുടെ മോളി എപ്പോഴും ഒരു കണ്ണുള്ളതല്ല. എന്തിനുള്ള പുറപ്പാടാ? അവരെ ചവിട്ടിടിക്കുക ഒന്നും വേണ്ട. അടിനാവി നോക്കി 4 ചവിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ഓ, ഒരു കുടുംബം കലക്കിയപ്പോ സമാധാനമായി. നടക്കുന്നു. പോയി മാവ് കലക്കി വെക്കലകത്ത്. ഉം, ഉം, ഉം. ശങ്കരേട്ടാ, എന്താ ഗൗരി? ഞാനൊരു കാര്യം പറഞ്ഞ ശങ്കരേട്ടൻ കേക്കൂ? എന്താ? ഇനിയെങ്കിലും ശങ്കരേട്ടനൊരു കല്യാണം കഴിച്ചൂടെ? എത്ര നാളായെന്ന് വെച്ചാ ഇങ്ങനെ? എനിക്കിനി കല്യാണമൊന്നും വേണ്ട പെണ്ണെ. ഞാൻ ഇങ്ങനെ വെള്ളം കോരി കുളിച്ചൊക്കെ ജീവിച്ചോളാം. ശങ്കരേട്ടൻ ഇങ്ങനെ നിക്കണ കാണുമ്പോ എന്റെ ഉള്ളു പഠിക്കാം. ഒക്കത്തിന് കാരണക്കാരി ഞാനാ. ഇത്രയും നാള് ഞാൻ എന്നെ സ്നേഹിച്ചു. ഇനി വേറൊരു പെണ്ണിനെ സ്നേഹിക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ടാ. എനിക്കത് അറിയാഞ്ഞിട്ടല്ല. എന്നാലും നമ്മളെ രണ്ടാളെയും കൂടി കാണുമ്പോ കുമാരേട്ടന് എപ്പോഴും സംശയം. ആദ്യം മൂത്ത് കുമാരേട്ടന് വല്ല ഭ്രാന്തും പിടിക്കുമെന്ന് എന്റെ പേടി. എന്ത് പേടിക്കാൻ? ഇപ്പോഴേ അവന്റെ പ്രാന്താ. ഓ, എന്താ? പോയി മക്കിഞ്ഞെടുക്ക. ദണ്ടയിലുണ്ട്. കുറച്ച് വെള്ളം കണ്ടി പിടിക്കും. തീർന്നു. സോപ്പില് മുളക് പൊടി നീറ്റില്ല. ഇതാ. അയ്യോ ദേ വന്നു. അല്ലെങ്കിൽ നീ ഉപയോഗിക്കാറില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. നീ ഒരുത്തം കാരണം എനിക്ക് വഴി കിടക്ക് നടക്കാൻ വയ്യ. താങ്ക്സ്. അതും പിടിച്ച. സ്നേഹത്തിന്റെ പല അർത്ഥതലങ്ങളിലേക്കാ കവി ഇതിൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആത്യന്തികമായ സ്നേഹം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ചിലരത് വേണ്ടപ്പോ പുറത്തെടുക്കില്ല, ചിലർക്കത് പുറത്തെടുക്കാൻ അറിയില്ല. ഈ സ്നേഹം എന്നൊക്കെ പറയുമ്പോ കേൾക്കാൻ നല്ല സുഖ. പക്ഷേ അങ്ങനൊന്നുണ്ടോ മാഷേ? എന്താ കുട്ടി അങ്ങനെ ചോദിച്ച്? സ്നേഹമല്ലേ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ആധാരം. എല്ലാ ജീവജാലങ്ങൾക്കും അതുണ്ട്. എന്താ പറ്റിയത് കുട്ടിക്ക്? അയ്യേ, എന്തായി കാണിക്കണേ? കരയേ? ചേ, മോശം. വലിയ കുട്ടിയായിട്ട് ഇങ്ങനെ. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും കുട്ടിയോട് പറഞ്ഞോ? പിന്നെന്താ? ഇങ്ങോട്ട് നോക്ക്. ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. മാഷ് തന്നോട് സ്നേഹമുണ്ടോ? കുട്ടിയോട് സ്നേഹമുണ്ടെന്നോ? എന്താ ഈ പറയണേ? കുട്ടിയെ സ്നേഹിക്കാത്തവരൊക്കെ ദുഷ്ടന്മാരാണെന്ന് ഞാൻ പറയാം. സത്യമാണോ മാഷ് പറയുന്നേ? അതേന്നേ. എങ്കിലും എന്റെ നെഞ്ചിൽ തൊട്ട് സത്യം ചെയ്. അപ്പൊ പറഞ്ഞതൊക്കെ നുണയാണല്ലേ? നുണ പറയുന്നവർക്ക് ആ പേടി ഉണ്ടാകുക. ഈ കുട്ടിയോട് ഞാൻ എങ്ങനെ പറയണ്ടേ ഈശ്വര? ഞാൻ പറഞ്ഞ സത്യ. കുട്ടിയോട് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ കുട്ടിയുടെ കവിത ഞാൻ ബാലഭൂമിക്ക് അയച്ചു കൊടുക്കോ? ഗീതാഞ്ജലി തെക്കേപ്പാട്ടെന്ന പേരിൽ ആ കവിത അച്ചടിച്ചു വരുമ്പോഴേ കുട്ടിക്ക് അത് മനസ്സിലാവും. നേരാണോ മാഷേ? അതെ, കുട്ടിക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി ഞാൻ പറയാതിരുന്ന. എന്ത് തോന്നിയാ കാണിക്കണേ? അന്നത്തോടെ ഗീതാഞ്ജലിയുടെ ട്യൂഷൻ നിലച്ചു. എങ്കിലും അവളെ ആദ്യമായി മനസ്സിലാക്കിയ ജയപ്രകാശിനെ അവൾക്ക് മറക്കാനായില്ല. അയാൾ പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് വൈരാഗ്യ ബുദ്ധിയോടെ
പഠനം തുടർന്നു. ഇംഗ്ലീഷ് അവളുടെ ഇഷ്ടവിഷയമായി. ഇതിനിടയിൽ അവളുടെ ആദ്യ കവിത ബാലഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു. ഗീതാഞ്ജലി തെക്കേപ്പാട്ട് ഒരു കൊച്ചു കവയത്രിയായി മാറി. പിന്നെ ഗീതാഞ്ജലി എഴുത്തോടെ എഴുത്താവും അല്ലേ? ശരിയാണ്. അവൾ തുടരെ എഴുതി വാരികകൾക്ക് അയച്ചു കൊടുത്തു. ചിലതെല്ലാം പ്രസിദ്ധീകരിച്ചു. ഭേദപ്പെട്ട മാർക്കുകളോടെ ഗീതാഞ്ജലി SSLC പാസ്സായി കോളേജിൽ ചേർന്നു. ഹോസ്റ്റലിൽ താമസവും. അവിടെ പ്രശസ്ത കവി ഗോപികൃഷ്ണന്റെ ഒരു കവിത ഗീതാഞ്ജലിക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഒരു ദിവസം യാദർശികമായി ഗോപികൃഷ്ണനെ അവൾ പരിചയപ്പെട്ടു.